തമിഴ് പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവറമൈനമയങ്ങി. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരു സിനിമ എത്രത്തോളം കാലാതിവർത്തിയായി നിലനിൽക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്വർണ്ണലിപികളിൽ എഴുതപ്പെട്ട മണിച്ചിത്രത്താഴ്. മനഃശാസ്ത്രവും മിത്തും അതിമനോഹരമായി ഇഴചേർത്ത മധുമുട്ടത്തിൻ്റെ തിരക്കഥ മലയാളികൾക്ക് തികച്ചും പുതിയൊരു അനുഭവമായിരുന്നു. 1993 ഫാസിലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഇന്നും ടെലിവിഷൻ സ്ക്രീനിൽ വരുമ്പോൾ നമ്മൾ ശ്വാസമടക്കി പിടിച്ച് കണ്ടിരിക്കുന്നത് അതിലെ അസാധാരണമായ ചലച്ചിത്ര മാന്ത്രികത കൊണ്ടാണ്. ഗംഗയായും നാഗവല്ലിയായും ശോഭന നടത്തിയ പകരം വയ്ക്കാനില്ലാത്ത പരകായ പ്രവേശം, ഡോക്ടർ സണ്ണിയായുള്ള മോഹൻലാലിന്റെ പ്രകടനം, സുരേഷ് ഗോപിയുടെ നകുലൻ തുടങ്ങി ഓരോ കഥാപാത്രങ്ങളും ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ സജീവമാണ്. ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന നിലയിൽ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ മാതൃകയായ ഈ ചിത്രം പിന്നീട് ഒട്ടേറെ ഭാഷകളിലേക്ക് റിലീസ് ചെയ്യപ്പെട്ടെങ്കിലും മാടമ്പള്ളിയിലെ യഥാർത്ഥ നാഗവല്ലിയെ വെല്ലാൻ മറ്റാർക്കും കഴിഞ്ഞില്ല. ചിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കഥാപാത്രം സാക്ഷാൽ മാടമ്പള്ളി തറവാട് തന്നെയായിരുന്നു. തൃപ്പൂണിത്തറ ഹിൽ പാലസിലും തക്കല പത്മനാഭപുരം കൊട്ടാരത്തിലുമായാണ് ഈ ചിത്രത്തിന്റെ ഭൂരിഭാഗവും ചിത്രീകരിച്ചത്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ കൊട്ടാരങ്ങളുടെ വാസ്തുവിദ്യയും നീളൻ ഇടനാഴികളും ചിത്രത്തിന് നൽകിയ നിഗൂഢത ചെറുതായിരുന്നില്ല. പകൽ സമയത്ത് പോലും ഒരുതരം നിശബ്ദത തളം കെട്ടി നിൽക്കുന്ന ഈ കൊട്ടാരങ്ങളിലെ രാത്രികാല ചിത്രീകരണങ്ങൾ സിനിമാ പ്രവർത്തകർക്ക് പലപ്പോഴും ഒരു വല്ലാത്ത ഭീതി സമ്മാനിച്ചിരുന്നു. തടിയിലുള്ള വലിയ ഗോവണികളും മങ്ങിയ വെളിച്ചമുള്ള മുറികളും യഥാർത്ഥത്തിൽ ഒരു അമാനുഷിക സാന്നിധ്യത്തിന്റെ പ്രതീതിയാണ് ലൊക്കേഷനിൽ സൃഷ്ടിച്ചത്. ഹിൽ പാലസിന്റെയും പത്മനാഭപുരം കൊട്ടാരത്തിന്റെയും വ്യത്യസ്ത ഭാഗങ്ങൾ ചേർത്ത് ഒരൊറ്റ തറവാടായി പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ കലാസംവിധായകനും ക്യാമറമാനും കഴിഞ്ഞത് ആ സിനിമയുടെ വലിയ വിജയങ്ങളിൽ ഒന്നാണ്. ചിത്രീകരണ സമയത്ത് നടന്ന പല സംഭവങ്ങളും പിന്നീട് അണിയറ പ്രവർത്തകർ തന്നെ പലപ്പോഴായി പങ്കുവച്ചിട്ടുണ്ട്. കൊട്ടാരത്തിലെ ഇരുണ്ട ഇടനാഴികളിലൂടെ ഒറ്റയ്ക്ക് നടക്കാൻ ഷൂട്ടിംഗ് സമയത്ത് പലർക്കും പേടിയായിരുന്നു. പ്രത്യേകിച്ച് ശോഭന നാഗവല്ലിയായി മാറുന്ന ആ ഐതിഹാസിക രംഗങ്ങൾ ചിത്രീകരിക്കുന്ന സമയത്ത് ലൊക്കേഷൻ ആകെ ഒരു അസാധാരണമായ നിശബ്ദത നിറഞ്ഞു നിന്നിരുന്നു. വിടമാട്ടേൻ എന്ന് അലറിക്കൊണ്ട് നകുലന്റെ നേർക്ക് തിരിയുന്ന ഗംഗയുടെ രൂപമാറ്റം കണ്ട് സംവിധായകൻ ഫാസിൽ ഉൾപ്പെടെയുള്ളവർ ഒരു നിമിഷം ശരിക്കും സ്തംഭിച്ചു പോയിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. കാറ്റ് വീശുമ്പോഴുള്ള പഴയ വാതിലുകളുടെ ശബ്ദവും മരപ്പലകകളിൽ ചവിട്ടുമ്പോഴുള്ള ഒച്ചയുമെല്ലാം പലപ്പോഴും അവിടെ ശരിക്കും നാഗവല്ലി ഉണ്ടെന്ന തോന്നൽ എല്ലാവരിലും ഉണ്ടാക്കി. അക്കാലത്തെ പരിമിതമായ വെളിച്ചത്തിൽ വലിയ കൊട്ടാരത്തിന്റെ വരാന്തകളിൽ ക്യാമറ വെച്ച് രാത്രി വൈകി കാത്തിരിക്കുമ്പോൾ പലർക്കും അമാനുഷികമായ എന്തോ ഒരു സാന്നിധ്യമുള്ളതായി തോന്നിയിരുന്നു അത്രേ. ശോഭന പലപ്പോഴും ഗംഗയെന്ന കഥാപാത്രത്തിൽ നിന്നും പുറത്തു കടക്കാൻ കഴിയാതെ ഷൂട്ടിംഗ് ഇടവേളകളിൽ പോലും വളരെ നിശബ്ദയായാണ് ഇരുന്നിരുന്നത്. മാടമ്പള്ളി തറവാടിന്റെ പൂമുഖത്ത് നാഗവല്ലിയുടെ ചിലങ്കനാദം ഇപ്പോഴും മുഴങ്ങുന്നുണ്ടെന്ന് ഓരോ മലയാളിയും രഹസ്യമായി വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നത് ആ സിനിമ നമ്മളിൽ സൃഷ്ടിച്ച സ്വാധീനത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ്. സിനിമ എന്നതിനപ്പുറം തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുന്ന ഭയത്തിന്റെയും കൗതുകത്തിന്റെയും ഏറ്റവും മനോഹരമായ ചലച്ചിത്ര അനുഭവമായി ഇന്നും നിലകൊള്ളുന്നു. സരസസുന്ദരീ മണി നീ അലസമായി ഉറങ്ങിയോ, കനവു നീതൊരാത്മരാഗം മിഴികളിൽ പൊലിഞ്ഞുവോ, വിരലിൽ നിന്നും വഴുതി വീണു വിരസമായൊരാദിതാളം.